പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ശ്രീ മൂകാംബികയും ശങ്കരാചാര്യരും. മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ ഈ മഹാരാജ്യത്ത് മഴയില്ലാതെ വിളവുകൾ എല്ലാം നശിച്ച് വലിയ ദാരിദ്ര്യമുണ്ടായി. ജനങ്ങളും ജന്തുക്കളും മൃഗപക്ഷ്യാദികളെല്ലാം ഭക്ഷണം വെള്ളമില്ലാതെ മരിച്ചു വീഴുന്ന ഒരു കാലം. അതേസമയം ഗൗതമ മുനി തപസ് ചെയ്തിരുന്ന പ്രദേശം വരൾച്ചയോ പട്ടിണിയോ ദാരിദ്ര്യമരണമോ ഒന്നുമില്ലാതായിരുന്നു. ഭക്ഷ്യ വസ്തുക്കളെല്ലാം സുലഭമായിരുന്നു. ഈ അനുഭവം നാട്ടിലെല്ലാം പാട്ടായിരുന്നു. ദേവലോകത്ത് ഇന്ദ്രസദസ്സിലും ചർച്ചയായി. അന്നേരം അവിടെ നാരദ മഹർഷിയും ഉണ്ടായിരുന്നു. ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഭൂമിയിൽ ഗൗതമ ആശ്രമത്തിൽ വന്നു. നോക്കിയപ്പോൾ പറഞ്ഞതോ എല്ലൊക്കെ ശരിയാണ് എന്ന് ബോധ്യമായി. അദ്ദേഹം ഗൗതമ മുനിയോട് പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ ഗായത്രി ജപം, ഹോമം, ധ്യാനം ഇതിൻ്റെ ഒക്കെ ഫലനാണ് ഇതിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞതും അവിടെ വന്നു കൂടിയിരുന്ന ബ്രാഹ്മണരെ ഇത് കേൾക്കുകയുണ്ടായി. മഹർഷിയെ പുകഴ്ത്തിയത് അവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. എവിടെയെങ്കിലും ഐശ്വര്യം ഉണ്ടാവുന്നത് ബ്രാഹ്മണരുടെ തപശക്തി വൈഭവമാണെന്നാണ് കരുതി വരുന്നത്. ഈ ഐശ്വര്യത്തിന് ഒരു വിഘ്നം ഉണ്ടാക്കണം എന്ന് ഇവർ കൂട്ടമായി തീരുമാനിച്ചു. പിറ്റേ ദിവസം മഹർഷി ഹോമം കഴിഞ്ഞ് ധ്യാനത്തിൽ ഇരിക്കവേ ഈ ബ്രാഹ്മണർ ഒത്തുകൂടി ഒരു വന്ധ്യ പശുവിനെ കൈകാൽ കെട്ടി ഹോമകുണ്ഡത്തിൽ കൊണ്ടിട്ടു. പശുവിൻ്റെ ശരീരമെല്ലാം കത്തിക്കരിഞ്ഞ് അവിടെ ദുർഗന്ധമുണ്ടായി. പുറത്തു നിന്നവരോട് ഇവർ പോയി മഹർഷിയുടെ തപസ്സിൻ്റെ മഹത്വം ചെന്നു നോക്കൂ എന്ന് പറഞ്ഞു. കേട്ടവരൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരു പശുവിൻ്റെ ശരീരമെല്ലാം കത്തി അതിൻ്റെ അവയവങ്ങൾ നിൽക്കുന്നതായി കണ്ടു, എല്ലുഭാഗങ്ങളൊക്കെ. ഈ സംഭവമെല്ലാം മഹർഷി ധ്യാനത്തിലൂടെ കണ്ടറിഞ്ഞു. ചെയ്തവരെയും മനസ്സിലാക്കി. ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ക്രോധം ഉണ്ടായി. അഭയം കൊടുത്തവരാണ് തനിക്ക് ആപ്പടിച്ചത് എന്നും ഇവരെ വെറുതെ വിടരുത്, ചെയ്ത നിന്ദ്യ കർമ്മത്തിന് ശിക്ഷ കൊടുക്കണം എന്ന് തീരുമാനിച്ചു.
ഈ മഹത്തായ യജ്ഞശാലയിൽ നിന്ദ്യ കർമ്മം ചെയ്തത് അവർ അനുഭവിക്കണം. എല്ലാവരും അങ്ങോട്ട് ശപിച്ചു. നിങ്ങൾ ഗായത്രി ജപിച്ചാലും അതിന് ഫലനുണ്ടാവില്ല. പൂണുനൂല് ഊണുനൂലായി മാറും. അന്നത്തിന് വകയില്ലാതെ അലയും. വേദമന്ത്രങ്ങളെ കച്ചവടം ചെയ്ത് പണം സമ്പാദിക്കും. മുക്തിമാർഗം നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ശപിച്ചു. അതിൻ്റെ ഫലനാണ് ഈ വിഭാഗത്തിലുള്ളവർ സന്യാസം സ്വീകരിക്കാത്തതും അഥവാ സ്വീകരിച്ചവർ അവരുടെ കെട്ടുപാടിൽ തന്നെ കഴിഞ്ഞ് കൂടുന്നവരുമാവും. ശാപം കിട്ടിയപ്പോൾ അവർ തെറ്റ് മനസ്സിലായി മഹർഷിയുടെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ച് മാപ്പ് യാചിച്ചു. മഹാത്മാക്കൾക്ക് കാര്യം കഴിഞ്ഞാൽ കോപം കെട്ടടങ്ങി. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. ശാപം ഫലിക്കാതിരിക്കില്ല. നിങ്ങൾ ധനാർത്ഥികളാണ്. കോലാപുരത്ത് മഹാലക്ഷ്മിയെ ഉപാസിച്ച് കോലമഹർഷി കഴിയുന്നു. മഹാലക്ഷ്മിയാണ് അവിടെ ഇരിക്കുന്നത്, സമ്പത്തിൻ്റെ ദേവത. എല്ലാവരും അവിടെ പോവുക, അദ്ദേഹത്തെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞതോടെ വന്ന ബ്രാഹ്മണരൊക്കെ വന്ന പോലെ യാത്രയായി. കോലാപുരം ചെന്ന് കോലമഹർഷിയെ ആശ്രയിച്ചു. മഹാരണ്യം എന്ന സ്ഥലത്ത് കൃതായുഗം മുതൽക്കേ സ്വയംഭു ഉള്ളതായും ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം കാമധേനു ദിവസവും അവിടെ ചെന്ന് പാൽ ചുരത്തി അഭിഷേകം ചെയ്ത് പോരുന്നതായും ആ പാൽ സേവിച്ചാണ് കോലമഹർഷി കഴിയുന്നതായും അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താൽ മഹാരണ്യം എന്ന സ്ഥലം പേര് മാറി കോലാപുരമായി ഭവിച്ചു എന്നും പറയുന്നു. ഈ കാലഘട്ടത്തിലാണ് ശ്രീശങ്കരൻ ഗുഡജാത്രിയിൽ തപസ്സിനായി വന്നത്. അമ്മയെ പ്രസാദിപ്പിച്ച് വിദ്യാലബ്ധിക്കായി കേരളത്തിലേക്ക് പോകാനാണ് ഉദ്ദേശം. ഇത് ജ്ഞാനതൃഷ്ടിയ കോലമഹർഷി അറിഞ്ഞു. അമ്മ ഇവിടെ നിന്ന് പോകുമോ എന്ന് ധരിച്ച് തപസ് ചെയ്ത അമ്മയെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ വന്നിരിക്കുന്നതായ ബ്രാഹ്മണരുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അമ്മ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ ബ്രാഹ്മണരെല്ലാം പട്ടിണി മരണത്തിലാകും. അതുകൊണ്ട് അമ്മ ഇവിടെ നിന്നും പോകരുത്. ഗുഡജാത്രിയിൽ ശങ്കരൻ തപസ്സു ചെയ്ത് അമ്മയെ കൊണ്ടുപോകാൻ പദ്ധതിയുള്ളതായി ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അങ്ങനെ അമ്മ സമ്മതിച്ചു.
എന്ന് പറയുന്നു. അതോടെ അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരം ത്യജിച്ചു എന്നു. രണ്ടാം മന്വന്തരത്തിൽ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം വാങ്ങിയിരുന്നു. സ്ത്രീകൾ ശബരകളായതുകൊണ്ട് അവരെ പേടിക്കേണ്ടതില്ല. എൻ്റെ മരണം ഒരു സ്ത്രീയാൽ മാത്രമേ പാടുള്ളൂ എന്ന്. വരബലത്താൽ താപസന്മാരെ എല്ലാം ഉദ്ധരിക്കാൻ തുടങ്ങി ദേവലോകത്തും എത്തി. ദേവന്മാരെല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ ശ്രീനാരായണനെ ആശ്രയിച്ചു, അഭയം പ്രാപിച്ചു. അത് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിലുള്ള തപശക്തിയിൽ നിന്നും സ്വല്പം ആവാഹിച്ച് എടുക്കണം. എല്ലാവരുടെയും കൂടിച്ചേരുമ്പോൾ അതൊരു വൻ ശക്തിയായി മാറും. അതിൽ നിന്നും ഒരു സ്ത്രീ രൂപമുണ്ടായി നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു അന്തർധാനം ചെയ്തു. എല്ലാവരും പറഞ്ഞ പോലെ അവരവരുടെ ശരീരത്തിൽ നിന്നും അല്പം ആവാഹിച്ചു. ഇതെല്ലാം കൂടിയപ്പോൾ അതൊരു വൻ ശക്തിയായി. ആദ്യം അത് ശ്രീചക്ര രൂപത്തിൽ ആവിർഭവിച്ചു. അതിൻ്റെ മധ്യത്തിൽ നിന്നും ഒരു സ്ത്രീ രൂപം കൊണ്ട് അനവധി കൈകളുണ്ടായിരുന്നു. ആ ദേവിയാണ് മഹിഷാസുരനെ വധിച്ചതെന്ന് പറയുന്നു. ആ ദേവിക്ക് വേണ്ടതായ ആയുധങ്ങളെല്ലാം ദേവന്മാർ കൊടുക്കുകയും ചെയ്തു. ആ അമ്മ തപസ്സിന് ഏറ്റവും ഉയരം കൂടിയ മലയാണ് തിരഞ്ഞെടുത്തത്. അതാണ് ഗുഡജാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 4844 അടി ഉയരമുണ്ടെന്ന് സർവേ നടത്തിയതിൽ നിന്നും അറിയുന്നു. മഹിഷനെ വധിച്ച മഹാലക്ഷ്മിയാണ് കോലാപുര വാസിനിയും. ശ്രീചക്രത്തിന് 48 മേൽ വിസ്തീർണമുണ്ടെന്നും അതിൻ്റെ മധ്യത്തിലാണ് സ്വയംഭൂ സ്ഥിതി ചെയ്യുന്നതെന്നും പറയുന്നു. ഗുഡജാത്രിയിൽ തപസ് ചെയ്യുന്ന ശങ്കരൻ ശിവമന്ത്രവും ധ്യാനവുമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ ചിന്തിക്കുന്നു പോലുമില്ല. ഒരു പരീക്ഷണം നടത്താമെന്ന് അമ്മ തീരുമാനിച്ചു. ശക്തിഭയവും അങ്ങോട്ട് പിൻവലിച്ചു. ചെന്ന് വിളിച്ചു, ശങ്കര. അമ്മയുടെ വിളി കേട്ട് ധ്യാനത്തിൽ നിന്നും കണ്ണു തുറന്ന് നോക്കി. ത്രിപുര സുന്ദരിയും ആദിപരാശക്തിയും ദുർഗതിനാശിനിയും വിദ്യാസ്വരൂപിണിയുമായ മാതൃരൂപം തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നത് കണ്ട ശങ്കരൻ എഴുന്നേറ്റ് നമസ്കരിക്കാനും സ്തുതിക്കാനും മോഹിക്കുന്നു. പക്ഷേ ശരീരം ചലിക്കാനാവുന്നില്ല. തൻ്റെ ജ്ഞാനക്കണ്ണ നോക്കിയപ്പോൾ തൻ്റെ ശക്തി ഇല്ലാതായിരിക്കുന്നു എന്ന് മനസ്സിലായി. ശങ്കര, നിനക്ക് ശിവമഹാത്മ്യം മാത്രമേ അറിയൂ അല്ലേ? ഒരു പരീക്ഷണം ഉണ്ടായത് മറന്നുപോയോ? ശക്തിയെ വേറിട്ട് ശിവനുണ്ടോ? ശക്തിയില്ലാത്ത ശവം മാത്രമാണ്. എൻ്റെ ആജ്ഞയിലാണ് പ്രകൃതി ചലിക്കുന്നത്. ഞാനില്ലെങ്കിൽ ഒരു പുൽക്കൊടിയും ചലിക്കില്ല. ഇതും കൂടി ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു ശങ്കരന് ശക്തിയെ തിരികെ അനുഗ്രഹിച്ചു കൊടുത്തു.
ശക്തി കിട്ടിയതും ഏറ്റ ഷോക്കിൽ എഴുന്നേൽക്കാനാവുന്നില്ല. അതറിഞ്ഞ അമ്മ ഒരു കിണ്ണത്തിൽ ഔഷധങ്ങൾ കൂടിയ ഒരു കഷായം കൊടുത്തു. അത് പാനം ചെയ്തതോടെ ഓർമ്മ, ബുദ്ധി, ജ്ഞാനം, ബലം എല്ലാം വീണ്ടും കിട്ടി. ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് അമ്മയെ മനസാ സ്തുതിച്ചു. ആ സ്തുതിയാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. സ്തുതി കഴിഞ്ഞതോടെ ക്ഷീണവും ദാഹവും അനുഭവപ്പെട്ടു. മനസ്സിലാക്കിയ അമ്മ ശൂലം കൊണ്ട് അടുത്തുള്ള പാറയിൽ ഒന്ന് കുത്തി ചെറിയൊരു വിള്ളലുണ്ടാവുകയും അതിൻ്റെ ഉള്ളിൽ നിന്നും ആകാശഗംഗ ഒഴുകുകയും ആ ജലം പാനം ചെയ്ത് ശങ്കരൻ ദാഹം മാറ്റുകയും ചെയ്തു. ഉടനെ അമ്മ അതിൻ്റെ ഒഴുക്ക് നിർത്തുവാൻ ശ്രമിക്കുന്ന സമയം ശങ്കരൻ പറഞ്ഞു, അമ്മേ, ഈ പുണ്യസങ്കേതം ദർശിക്കാനായി ആയിരങ്ങൾ മല കയറി വരും. ദാഹിച്ച് വരുന്നവർക്ക് ദാഹം ശമിപ്പിക്കാൻ ഈ തീർത്ഥം നിലനിൽക്കട്ടെ എന്നു അപേക്ഷിച്ചപ്പോൾ അമ്മ അതിനെ നിലനിർത്തി. അതാണ് ചിത്രമൂല എന്ന് പറയുന്ന സങ്കേതം. ശങ്കര, നിന്റെ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? ശങ്കരൻ പറഞ്ഞു, അമ്മേ, കേരളദേശം വിദ്യയുടെ നാടായി മാറണം. അമ്മ അവിടേക്ക് വന്ന് വസിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ ആഗ്രഹം നിസ്സാരമാണെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. ഭക്തൻ്റെ അഭിലാഷം സാധിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാനൊരു വ്യവസ്ഥ പറയാം. വഴികാട്ടാനായി നീ മുന്നിൽ നടക്കണം, പിന്നിലെ ഞാൻ വരാം. ഇടയിൽ വെച്ച് സംശയമുണ്ടാവുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്താൽ വ്യവസ്ഥ ലംഘനമാവും. പിന്നെ എന്നെ കാണില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ശങ്കരൻ സമ്മതിച്ചു. മുന്നിൽ യാത്രയായി. യാത്രവേളയിൽ ആ വനത്തിൽ കംഹാസുരൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അവൻ സിംഹം പോലെ ഗർജിക്കുന്നതിനാൽ സിംഹാസുരൻ എന്ന് പേരുണ്ടായി. അവനും കൂട്ടാളികളുമായി വഴിയിൽ അമ്മയുമായി യുദ്ധമുണ്ടായി. അവരെയെല്ലാം വധിച്ചു. ഗുഡജാത്രയിൽ പോയി ശൂലം ഭൂമിയിൽ കുത്തിവെച്ചിട്ട് ജലത്തിൽ ശരീരശുദ്ധിയെല്ലാം വരുത്തിയ ശേഷം അമ്മ വീണ്ടും യാത്രയായി. ആ സമയത്ത് ശങ്കരൻ കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒഴുകുന്ന അഗ്നിതീർത്ഥക്കരയിൽ എത്തിയിരുന്നു. ശ്രദ്ധിച്ചപ്പോൾ ചിലങ്കയുടെയോ കാട് ചലിക്കുന്നതായ ശബ്ദമോ ഒന്നും കേൾക്കാനില്ല. അമ്മ വഴിമാറിയെങ്ങാനും പോയോ എന്നൊരു സംശയം. വ്യവസ്ഥയും മറന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ തൊട്ടുപുറയിലുണ്ട്. വ്യവസ്ഥയുടെ ലംഘനം കാരണം അമ്മ അപ്രത്യക്ഷമായി. അപ്പുറത്തിരിക്കുന്ന സ്വയംഭുവിൽ ചെന്ന് ലയിച്ചു എന്നാണ് പറയുന്നത്. ശിവനില്ലാതെ ശക്തിക്ക് പോകാനാവാത്തതൊന്നും, എന്നാൽ ത്രികാലജ്ഞാനിയും അദ്വൈതവാദിയുമായ ശ്രീശങ്കരനെ പോലും മായപ്പെടുത്തി എന്നതാണ് അമ്മയുടെ വേർപാടും തൻ്റെ വ്യവസ്ഥ ലംഘനവും ആഗ്രഹം നേടാനാവാത്തതുമായ വിഷമത്തിൽ ശങ്കരൻ അവിടെ ഇരുന്നു. യാത്രക്ഷീണം എല്ലാം കൂടി മയങ്ങിപ്പോയി.
തൻ്റെ ഭക്തൻ്റെ മനോവിഷമം അറിഞ്ഞ മാത ഉറക്കത്തിൽ ശങ്കരന് ദർശനം കൊടുത്തു. ശങ്കര, നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരുന്നതാണ്. ഇവിടെ കുറേ ബ്രാഹ്മണർ എന്നെ ആശ്രയിച്ചു കഴിയുന്നു. അവരെ രക്ഷിക്കണം. ചോറ്റാനിക്കരയിൽ ഞാൻ രാവിലെ 4 മണി മുതൽ 6:30 വരെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നീ ഇവിടുത്തെ പൂജാവിധാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി ഇവരെ ഏൽപ്പിച്ചിട്ട് പോകണം. കേരള മക്കളാണ് ഇവിടെ കൂടുതലായി വരുന്നത്. അതിനാൽ കേരളംബ എന്നൊരു പേരും എനിക്കുണ്ടാവും. ഇവിടെ വരുന്ന ഭക്തന്മാർ എല്ലാവരും ഗുഡജാത്രിയിൽ പോകാൻ സാധിക്കില്ല. അവർക്ക് എന്നെ ദർശിക്കാനായി സ്വയംഭുവിൻ്റെ സമീപത്തായി പ്രതിഷ്ഠ ചെയ്ത് അതിൽ അലങ്കാരങ്ങൾ മാത്രം ചെയ്താൽ മതി. പൂജാ സംവിധാനങ്ങൾ എല്ലാം സ്വയംഭുവിലാണ് ചെയ്യേണ്ടത്. സ്വയംഭുവിൻ്റെ മധ്യത്തിലുള്ള സ്വർണ്ണ രേഖയുടെ ഒരു ഭാഗം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും മറുവശം അവരുടെ ശക്തി രൂപങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതിയുമാണ് എന്നെല്ലാം ഏൽപ്പിച്ചിട്ട് അമ്മ അപ്രത്യക്ഷമായി. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശങ്കരൻ അമ്മ ഏൽപ്പിച്ച ജോലികളെല്ലാം വിധിപ്രകാരം ചിട്ടപ്പെടുത്തി കൊടുത്തു. അവരെ ഏൽപ്പിച്ച് ശങ്കരൻ യാത്രയായി. രാവിലെ മഹാകാളി ഭാവത്തിലാണ്. ദന്തധാമനം എന്നാണ് ആ പൂജയുടെ പേര്. ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയും പായസം, പലഹാരം എല്ലാം ഉണ്ടാവും. രാത്രിയിൽ മഹാസരസ്വതി കഷായ തീർത്ഥമാണ് പ്രസാദം. ക്ഷേത്രം പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ചോറ്റാനിക്കരയിൽ 6:30 വരെ സാന്നിധ്യം ഉള്ളതിനാൽ മൂകാംബികയിൽ 6 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം 7 മണി മുതലാണ് പൂജ നടക്കുന്നത്. ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് നട തുറക്കൽ ഇപ്പോൾ 5 മണിയാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജാ പ്രസാദങ്ങളെല്ലാം അവർ തന്നെ പങ്കിട്ട് കൊണ്ടുപോകും. രാവിലെ ശീവേലി കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് തിരുമധുരം എന്നൊരു പ്രസാദം കൊടുക്കും. രാത്രിയിൽ ശീവേലി കഴിഞ്ഞാൽ ഗുഡജാത്രിയിൽ അമ്മ ശങ്കരന് കൊടുത്ത കഷായത്തിന് സ്മരണയ്ക്കായി കഷായ തീർത്ഥം എന്നൊരു പ്രസാദം കൊടുക്കും. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധത്തിൽ മരിച്ചു വീണ വാനരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രീ ഹനുമാൻ മൃതസഞ്ജീവനി മരുന്നിന് വേണ്ടി ഹിമാലയത്തിൽ ചെന്നപ്പോൾ മരുന്ന് കാണാതെ ആ പർവ്വതത്തെ പുളക്കി കയ്യിൽ താങ്ങി പോരുന്ന സമയം കുട പോലൊരു ഭാഗം അടർന്ന് വീണതാണ് ഗുഡജാത്രി എന്ന് പറയാൻ കാരണം എന്നും ആ മലയിൽ ഗുഡജ എന്നൊരു ഔഷധച്ചെടി ഉള്ളതിനാൽ ഗുഡജാത്രി എന്നും ഉയരം കൂടിയ പർവ്വതത്തെ അമ്മ തപസ്സിനായി തിരഞ്ഞെടുത്തു. അതിൽ രഹസ്യമായി വസിക്കുന്നു. ആയതിനാൽ അതിന് ഗൂഢജാത്രി, ഗൂഢം രഹസ്യം, അത്രി പർവ്വതം എന്ന് പേരുണ്ടായതായും പറയപ്പെടുന്നു. വൈഷ്ണവനായ ദക്ഷൻ ശൈവവിരോധിയായിരുന്നു. പകയില്ലാതാക്കാൻ പിതാവും ഗുരുവുമായ ബ്രഹ്മാവ് തൻ്റെ ഒരു പുത്രിയെ ശിവന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വാക്ക് പാലിക്കാനായി സതിയെ വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ടൊന്നും വൈരം മാറിയില്ല. ഒരിക്കൽ യാഗശാലയിൽ ഉണ്ടായ അനുഭവത്തിൽ പക വീട്ടാനായി ദക്ഷൻ സ്വന്തം ചിലവിലൊരു യാഗം നടത്തി. നാനാജാതിക്കാർ ക്ഷണിക്കപ്പെട്ടു. പരമേശ്വരനെയും സതിയെയും മാത്രം ക്ഷണിച്ചില്ല. അച്ഛൻ തിരക്കിനിടയിൽ മറന്നതാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും
ശങ്കരൻ അതിൻ്റെ കാര്യകാരണങ്ങളെയെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. രക്തബന്ധ വാത്സല്യത്താൽ സതിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവസാനം സതി യാഗത്തിന് പോവുകയും ചെയ്തു. യജ്ഞശാലയിൽ പിതാവോ മാതാവോ കൂടപ്പിറപ്പുകളോ ആരും ആദരിച്ചില്ല. അതിൽ അപമാനിതയായ സതി ദക്ഷൻ്റെ അംശത്തിൽ നിന്നും ഉണ്ടായ ഈ ശരീരത്തെ ദാക്ഷായണി എന്ന് പെരുമയോട് വിളിക്കും ശിവൻ. ഇനി ആ പരമേശ്വരൻ ആ വായിൽ നിന്നും ആ പേര് വരാൻ പാടില്ല എന്ന് കരുതി യോഗാഗ്നിയിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. അതറിഞ്ഞ ശിവൻ കോപിഷ്ഠനായി അതിൻ്റെ അനർത്ഥങ്ങളെ പലതും ഉണ്ടായി. പിന്നീട് ശിവൻ സതിയെ വേർപെടുത്താനാവാത്ത ദുഃഖത്തിനാൽ ആ ശവശരീരം ചുമലിൽ താങ്ങി പാരിൽ താണ്ഡവമാടി. ശവശരീരം ഇല്ലാതായാലേ ശിവൻ്റെ കോപം ശമിക്കുകയുള്ളൂ എന്ന് കരുതി മഹാവിഷ്ണു ഒളിവിൽ നിന്നുകൊണ്ട് സുദർശനം കൊണ്ട് ആ ശരീരത്തിൻ്റെ ഓരോരോ കഷ്ണങ്ങളായി മുറിച്ചിട്ടു. 108 കഷ്ണങ്ങളായി. 108 കഷ്ണം വീണ സ്ഥലത്തെല്ലാം 108 ദുർഗാ ക്ഷേത്രങ്ങൾ ഉണ്ടായി. അതിൽ നാവ് വീണ സ്ഥലമാണ് കോലാപുരം അഥവാ മൂകാംബിക. അതിനാൽ ഇവിടെ വിദ്യാരംഭം വിശേഷമായി കരുതുന്നു. കോലാപുരം ലോപിച്ച് കൊല്ലൂരായി. സിംഹാസുരനെ വധിക്കും മുന്നേ മൂകനാക്കി. അതിനുശേഷമാണ് വധിച്ചത്. മൂഹത്തിൽ ആയതിനാൽ മൂകാസുരനായി. അവനെ വധിച്ചതിനാലാണ് മൂകാംബിക എന്ന് പേര്. രഥോത്സവം നവരാത്രികളാണ് പ്രധാന ഉത്സവങ്ങൾ. ഹരി ഓം.